ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ നാട്ടിൽ പോവാട്ടോ. ചെറിയമ്മേൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് തീക്കുനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വീട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടെ ആക്റ്റീവ് പ്ലാനറ്റ് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരു ദിവസം ലീവ് എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് കറങ്ങണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങുക കേട്ടോ. പണ്ടൊക്കെ 2 മാസം സ്കൂൾ പൂട്ടിയ നാട്ടിൽ തന്നെയാണ് ഞാൻ ചെറിയമ്മമാരുടെ വീട്ടിലെല്ലാം പോയി നിൽക്കുന്നുണ്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് പിന്നെ എല്ലാം കണക്കാട്ടോ. കല്യാണം എന്തെങ്കിലും ആവശ്യത്തിനേ പോകുള്ളേ. പണ്ട് ഞങ്ങൾ ബസ്സിലെല്ലാം പോകുന്നേരം ചുരം എത്തിയാൽ ഞാനും അനിയത്തിയും കിടന്നുറങ്ങുവേ. ഛർദിയാണ് കേട്ടോ. ഡ്രൈവറെ ഭാര്യ ആയതുകൊണ്ട് ഇപ്പോൾ എവിടെ പോയാലും ഏതെങ്കിലും വണ്ടിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ ആ ഛർദീൻ്റെ കുറേ ബുദ്ധിമുട്ടങ്ങ് മാറിയിട്ടാ. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ദൂരെ യാത്രകളും കുറഞ്ഞേ. എവിടെ പോയാലും പിന്നെ ഐസ്ക്രീം ഇല്ലാത്തൊരു കച്ചവടം ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരും ഒരു ഐസ്ക്രീമെല്ലാം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ യാത്ര പോകുമ്പോൾ ഇച്ചിരി അങ്ങ് പോയി കഴിഞ്ഞാൽ കിച്ചൂട്ടൻ സൈഡാവേ. ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും അങ്ങനെ തന്നെയാട്ടാ. പോകുന്ന വഴിക്ക് ചെറിയൊരു കട കണ്ടേ. നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ പണ്ടത്തെ പാട്ടെല്ലാം വെച്ചിട്ടൊരു കട കേട്ടോ. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉള്ളൂ. അമ്മയും 2 ചായയൊക്കെ ഓർഡർ ചെയ്ത് അല്ലറ ചില്ലറ സാധനങ്ങൾ നമ്മളെല്ലാം മേടിച്ച് തിന്നിട്ടാ. ചെറിയ പരിപ്പ് വടയും എന്തൊക്കെയെല്ലാം ഉണ്ടേനു അവിടെ കേട്ടോ. അങ്ങനെ അതെല്ലാം ചായയെല്ലാം കുടിച്ച് ഞങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം കിച്ചുവിനെല്ലാം മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ മുന്നോട്ട് നീങ്ങിയിട്ടാ കുറച്ച് നേരം കൂടെ. പിന്നെ അങ്ങോട്ട് ഞങ്ങൾ വേഗം എത്തിയത് കുറ്റ്യാടിയിലാണ്. കുറ്റ്യാടി എത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് എപ്പോൾ വന്നാലും ഇവിടെ ഇത് തന്നെ അവസ്ഥ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുമല്ല നമ്മൾ വയനാട്ടിൽ നിന്ന് ഇവരുടെ നാട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ചൂട് തുടങ്ങി കേട്ടോ. തീക്കുനി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പിന്നെയും പോകണം കേട്ടോ. 2 വട്ടം വഴി തെറ്റിയെങ്കിലും ഞങ്ങൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിയിന് കേട്ടോ. അവിടെ എത്തിയതും അമ്മ ഒറ്റ പോക്കാണ്. അനിയത്തിൻ്റെ വീടെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണല്ലോ. വണ്ടി സൈഡാക്കി ദിയും ഞാനും അമ്മേൻ്റെ പുറകെ കേട്ടോ. അമ്മ ഞങ്ങളെ കാത്ത് വൈക്ക് നിൽക്കുന്നുണ്ടേന്. ഗീതേച്ചിൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ ഞാനും കുറേ കാലം നിന്നിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിക്കിട്ടിയാൽ നല്ല സുഖമാണ്. പക്ഷെ എത്തിപ്പെടാൻ കുറച്ച് പാടാട്ടോ. ഒന്നാമത് ഒറ്റ വണ്ടിയില്ല, മാറി മാറി നമ്മൾ കയറിയിട്ട് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട്. കല്യാണം കഴിഞ്ഞ് ആദ്യം ഞാൻ ഇവിടത്തേക്ക് വിരുന്നെല്ലാം വരുമ്പോൾ ദീ ചോദിക്കും ഇവരെ വീട് എങ്ങനെ ഇവർ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എത്തിക്കുന്നത്, വീട് പണിയാൻ വേണ്ടിയിട്ട്. പകുതി വരെ ഇവർ കൊണ്ടുവന്നിട്ട് പിന്നെ ഇവർ തലയിലൊക്കെ ചുമന്നിട്ടാട്ടോ ഈ കുന്നിൻ്റെ മണ്ടയിലേക്ക് എത്തിക്കുന്നത്. ഇവരെ സമ്മതിക്കണമല്ല. ഇവർ നടന്ന് ഇറങ്ങണമെങ്കിലും കയറണമെങ്കിലെല്ലാം ഓടിച്ചാടി കയറാനൊന്നും പറ്റുന്ന സ്ഥലത്തല്ല വീട് കേട്ടോ. കുത്തനെ ഒരു കുന്ന് തന്നെയത്. അങ്ങനെ കഷ്ടപ്പെട്ട് കയറി കയറി ഫസ്റ്റ് ഞാൻ തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടാ. കുറച്ച് നേരം ഇങ്ങനെ എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിന്ന് എത്തിപ്പെടാൻ. എന്നാൽ അത് റോഡ് ശരിയല്ല. പിന്നെ ഇത് ഈ വഴി കാണുന്ന വഴിയിലൂടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ പുഴയിൽ നിന്ന് കുത്തൊഴുക്ക് പോലെ വെള്ളം വരും. ഞാൻ മേലെ എത്തിയെങ്കിലും അവർ കയറി എത്തിയിട്ടില്ല കേട്ടോ. ദീമെല്ലാം നടക്കുന്നതാണ്. കിച്ചുവിന് കയറി മടുത്തിട്ട് ഓൻ അവിടെ കുത്തി ഇരിക്കാൻ തുടങ്ങി. കുറച്ച് നേരം ഇരുന്നിട്ട് ഓൻ പിന്നെയും കയറി വന്നിട്ടാ. ഞാൻ അവരെയും വെയിറ്റ് ചെയ്ത് മേലെ നിൽക്കുകയാണ്. മേലെ എത്തിയതും കിച്ചു ഓടി വീട്ടിലേക്ക് കേട്ടാ. അപ്പോൾ ഈ ചെറിയമ്മേൻ്റെ വീട്ടിൽ അടുത്ത മാസം നമുക്ക് ഒന്നും കൂടെ വരേണ്ടി വരുവേ. ചെറിയമ്മേൻ്റെ മോളുടെ കല്യാണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് പണിക്കാരുണ്ട്, കല്യാണം ചെറിയ തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയമ്മേനെയും കൂട്ടിയിട്ട് വേണം നമുക്ക് ആക്റ്റീവ് പ്ലാനറ്റിലേക്ക് പോകാൻ. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ ഇടും കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ചെറിയമ്മ കേട്ടോ. ഗീതേച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എനിക്ക് ചേച്ചീനെ പോലെയാട്ടാ. അമ്മേനേക്കാളും എനിക്ക് ഫ്രണ്ടായി എൻ്റെ ചേച്ചിയായിട്ടാണ് ഞാൻ